ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മറ്റ് ക്ലബ്ബുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആരാധകരുടെ ബലത്തിൽ മാത്രം നിലനിന്നു പോകുന്ന ഒരു ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബിന് ഇത്രയും വലിയ ബ്രാൻഡ് വാല്യൂ പകർന്നു നൽകിയത് അവരുടെ ആരാധക കൂട്ടം തന്നെയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതുകൂടാതെ അഡ്രിയാൻ ലൂണയെ പോലെയും ഹോസു പ്രീറ്റോ കുര്യോസിനെ പോലെയും ഒക്കെ ചങ്കു പറിച്ച് കയ്യിൽ വെച്ച് കളിക്കുന്ന ഒരുപറ്റം കളിക്കാരും ഈ ഒരു ബ്രാൻഡ് എത്രമാത്രം പോപ്പുലർ ആവാനും ഇത്രയധികം വളർച്ച എത്താനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാനേജ്മെന്റിന് ഈ ഒരു ആരാധക സമൂഹത്തിനോട് ഒരു മോറൽ ഒബ്ലിഗേഷൻ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ അവർക്ക് ആ മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. പലപ്പോഴും കറവ പശുവിനെ പോലെ ലാഭം അവർ പിഴിഞ്ഞെടുക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നിരുന്നാൽ പോലും ആരാധകർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാണ് തങ്ങളുടെ ആഗ്രഹം എന്നാണ് അഭിക് ചാറ്റർജി പറഞ്ഞിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് വിദേശ താരങ്ങളെ മുഴുവൻ ലോണിൽ പറഞ്ഞയച്ചു. ഇനിയിപ്പം ഇന്ത്യൻ താരങ്ങളുമായി നമ്മൾ ഇന്ത്യൻ സൂപ്പർ ലീഗിനെ അഭിമുഖീകരിക്കും എന്ന് കരുതിയ സാഹചര്യത്തിൽ എവിടെ നിന്നില്ലാത്ത വണ്ണം പൊട്ടി വീണ 6 വിദേശ സൈനികങ്ങൾ കണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ മുഴുവനും അമ്പരന്നിരിക്കുകയാണ്. ഇവരുടെയൊക്കെ നിലവാരത്തിനെ കുറിച്ച് ഇപ്പോഴും സംശയമുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ്. ബർത്തമ്യൂ എന്ന ഒരു സ്പാനിഷ് സ്ട്രൈക്കർക്കല്ലാതെ ആർക്കും പറയത്തക്ക ഒരു ഹിസ്റ്ററി ഇല്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നില്ല. സോ അങ്ങനെയാണ് ഈ ഒരു സെറ്റപ്പിന്റെ പോക്ക്. പിന്നെ ഈ സീസണിലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് സലാഹുദ്ദീൻ അദ്നാനെ പോലെ ഒരു താരത്തിനെ കൊണ്ടുവന്നു. ആ കൊണ്ടുവരവിന് പകരമായി ആരൊക്കെ പോകും എന്നുള്ള ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് സ്വന്തം പരിശീലന ഗ്രൗണ്ടായിട്ടുള്ള സാങ്ച്വറിയുടെ നിർമ്മാണവും അവിടെ ആരംഭിച്ച പ്രീ സീസൺ പരിശീലനവും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് അല്പം ആശ്വാസം പകരുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. വിദേശ താരങ്ങളെ മുഴുവൻ വിടേണ്ടി വന്നെങ്കിലും സ്റ്റേഡിയത്തിൽ നിന്ന് മാറേണ്ടി വന്നെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സീസണിലും ആരാധകർ അർഹിക്കുന്ന തരത്തിലുള്ള ഒന്നും ഞങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന്റെ ഇതുവരെയുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആരാധക കൂട്ടം അർഹിക്കുന്ന തരത്തിലുള്ള ഒരു റിവാർഡ് ആരാധകർക്ക് നൽകാൻ ഈ ഒരു മാനേജ്മെന്റിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. അതെല്ലായ്പ്പോഴും എടുത്ത് പറയേണ്ടതാണ്. ഓക്കെ, ആ ഒരു ആരാധക കൂട്ടത്തിന് അർഹിക്കുന്ന തരത്തിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെയാണ് വിദേശ താരങ്ങളെ കൊണ്ടുവന്നതെന്നാണ് അഭിക് ചാറ്റർജി പറയുന്നത്. ഏതായാലും ഡേവിഡ് കാറ്റാലയും വിദേശ താരങ്ങളും ഡൊമസ്റ്റിക് പ്ലേയേഴ്സും ഉൾപ്പെടെ എല്ലാവരും ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിൽ എത്തിയത് കൊണ്ട് അധികമൊന്നും പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ഈ ഒരു കൂട്ടത്തിന് ആരാധകർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അതെല്ലാം ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ്. സോ ബ്ലാസ്റ്റേഴ്സിന്റെ പുതുതായിട്ടുള്ള വിദേശ താരങ്ങളും പരിശീലനമായിട്ടുള്ള കാറ്റാലയും അഭിക് ചാറ്റർജി എന്ന സിഇഒയും ഒക്കെ ചേർന്ന് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ഓർത്തിരിക്കാൻ എന്തെങ്കിലുമൊക്കെ നൽകും എന്നാണ് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു, അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഇല്ല.